കഥ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയ ലോലിപോപ്പ് അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ. എന്നിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, അവൻ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ആ ലോലിപോപ്പ് തരുമോന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അയച്ചു എനിക്ക് പേടിയാണ്, ഞാൻ വായിലിട്ടതല്ലേ എന്ന് വെച്ചു. ഇല്ല ചേച്ചി വായിലിട്ട് തന്നെ എനിക്ക് വേണം, ചേച്ചിയുടെ വായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ, നല്ല മധുരല്ലേ എന്ന് വെച്ചു. അപ്പം എനിക്ക് ഭയങ്കര നാണാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി താ, എന്നെ ചപ്പിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വായിലിങ്ങനെ ലോലിപോപ്പ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പം എനിക്ക് അപ്പം എന്നോട് പറഞ്ഞു ചെക്കോ പിക്ക് മയറിക്കോ മൈരി ഉണ്ടായിരിക്കും. ഒരു കാര്യം പറഞ്ഞതിനിടയിൽ ഉടായ്പിലൂടെ വന്നിട്ട് ഇങ്ങനെ ഉണച്ച ചോദ്യം ചോദിക്കില്ല മൈരി പോടും. എന്നിട്ട് പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഈ കഴിഞ്ഞ മുമ്പത്താഴ്ച ഉണ്ടായതാണ്. 24 വയസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് കാസർഗോഡ് പയ്യൻ മുസ്ലിം ആയിരുന്നു, അവൻ്റെ കയ്യിൽ നിന്നുണ്ടായ അനുഭവം കേട്ടോ അതും. എന്നിട്ട് കേൾക്ക് ഞാൻ പറഞ്ഞുതരാം അത് ഫുള്ള് ഞാൻ പറഞ്ഞുതരും. അല്ലാതെ എനിക്കുണ്ടായ അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് സംഭവം പൊളിയാ ലോലിപോപ്പിൻ്റെ കോലിമിഠായിയുടെ കാര്യം. എന്നിട്ട് കേൾക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു നിർത്തിയ എന്നിട്ട് സംഭവം പൊളിയിട്ടാ. എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ കോലിമിഠായിയും കൊണ്ടുള്ളത്. അങ്ങനെ കോലിമിഠായി ഞാനിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാൻ എന്താക്കി, ഈ കോലിമിഠായി ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവൻ്റെ വായിൽ വെച്ചു. എന്നിട്ട് ഇവൻ അത് വലിച്ച് തിന്നുവാടോ. ഞാൻ വായിൽ വെച്ചതാണേ. ഞാൻ തിന്ന് പകുതിയാക്കി. മുടി കുടുങ്ങി. വെയിറ്റ് കേക്ക് ആയിട്ട് ചിരിപ്പിച്ചില്ലേ പറഞ്ഞോളൂ എന്ത് കേക്ക് കയറ്റിക്കാൻ. എന്നിട്ട് ഞാൻ എന്താക്കി, ഞാൻ വായിൽ വെച്ച് വലിച്ചെടുത്ത സാധനം ഇവൻ എന്താക്കി, അവൻ അത് എൻ്റെ കൈ കൊണ്ട് ഞാൻ കൊടുത്തില്ലേ, അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് അവൻ തന്നെ വായിലിപ്പിച്ചു. എനിക്ക് ഭയങ്കര കുളിര് കയറി നിൽക്കുക. ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ കോലിമിഠായിരിക്കല്ലേ. എന്നിട്ട് ഞാനിത് വായിൽ വെച്ച് കൊടുത്തു. ഞാൻ പതുക്കെ കണ്ണടിക്കുക. എനിക്കത് കുളിര് കയറുന്നു. ഇവൻ എൻ്റെ കൈയുടെ ഇവിടെ കൂടി ഒക്കെ അയ്യോ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. കുളിര് കയറിയിട്ട് വയ്യ. ഞാൻ കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ചു. ഇങ്ങനെ ഇറുക്കി പിടി. എനിക്കത് ഭയങ്കര കുളിരാണേ. എൻ്റെ കാലിപ്പം എടാ എൻ്റെ കാലൊരു രോമാഞ്ചം വന്നടാ അങ്ങനെ പറയുമ്പോ. ഇനി ചൊറിയുന്നു. അതെ, ഇവിടെ ഒരു തെണ്ടി വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ തെറി പറഞ്ഞോണം. നമ്മുടെ കഥ നമ്മൾ കേൾക്കണം. എടാ ഒരാള് ചേച്ചി വയറിനൊന്നും ചടങ്ങ് തെറി പറയോ പ്ലീസ്. ആരെങ്കിലും അവന് റിപ്ലൈ കൊടുക്കും. നമ്മൾ കഥ അതിൻ്റെ ഇടയിൽ ഹലോ പറഞ്ഞ ബിജി എങ്ങനെയാ? നല്ല വിശേഷം. ഇന്ന് ഫ്രീ അല്ലേ? ഞാൻ എന്തേ വരുന്നോ? അയ്യോ അതില്ല. ഞാൻ പറയട്ടെടാ. പറയട്ടെ. അയ്യോല് ഹാബിസോളു എത്തിയില്ലേ? എന്നിട്ട് കേക്ക്. ഇവിടെ ബാഡ് കമന്റ് ഇടുന്നവർക്ക് മനുഷ്യർക്ക് തെറി പറയുന്ന ആണുങ്ങളുണ്ടോ? ഞാൻ കഥ പറയും. എനിക്കൊരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പം അടി കൂടെ വന്നിട്ട് കൊണകൊണ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ നിർത്തും. ഓക്കെ, എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാണ്ട് പറ്റൂല. അല്ലെങ്കിൽ ഞാൻ കഥ ഞാൻ പറയില്ല. അതാ എനിക്ക് തന്നെ പറയുമ്പോൾ എന്തോ പോലെ കഥ. ഓക്കെ കേക്ക്. എന്നിട്ട് അവനോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് കേക്ക് ഞാൻ ഇടണോ? ഇണ്ടാണ്ടി ചൊറിഞ്ഞിട്ട് വയ്ക്കും ഇവിടെ കഥ പറയുമ്പോ. അയ്യോ ഒരു മിനിറ്റ്, ഇവിടെ തള്ളി ഇങ്ങനെ വെച്ചോട്ടെ. നല്ല ടൈറ്റാക്കി വെക്കട്ടേക്കാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരുന്നോട്ടെ. ടൈറ്റായി അവിടെ കിടന്നോളൂ. ബിജി നൈറ്റ് റെഡി. എന്നിട്ട് ഞാൻ എന്താക്കി, എനിക്ക് കുളിരി കയറി കൈയൊക്കെ എന്തോ തരിക്കുന്നു. എനിക്ക് ഭയങ്കര പറയുമ്പോ ഉണ്ടല്ലോ ഇവിടെ വിറയ്ക്ക് നിൽക്കാം. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സാധാരണ എന്നിട്ട് നമ്മൾ ലോലിപോപ്പൊക്കെ കഴിച്ച്
ഇങ്ങനെ ആളുടെ വായിൽ വെച്ച് കൊടുത്തോട്ടാ. ആ ദേഷ്യം വരും പൊക്കാടും. എന്നിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. അപ്പം അവൻ നല്ലൊരു ചെക്കനായിരുന്നേ. അവൻ വന്നിട്ട് ആ കോലുമിഠായി ഇങ്ങനെ വലിച്ച് തിന്നാം. അപ്പം ഇങ്ങനെ അവൻ എന്നോട് പറയാം, ചേച്ചി കണ്ണു തുറക്ക് ചേച്ചി, എൻ്റെ മുഖത്തേക്ക് വെക്കാൻ പറഞ്ഞു. അവൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ, അത് കോലുമിഠായി തിന്നണം നോക്കിക്കൊണ്ടിരിക്കാൻ. അപ്പം ഞാൻ മൈരൻ എൻ്റെ കൈ വലിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വികാരം വരുക്ക. ഒരാൾ കോലുമിഠായി തിന്നുന്ന കണ്ടാണ്ടല്ലോ എത്ര നേരം നമ്മൾ നോക്കിയിരിക്കും. ഷോ എൻ്റെ പിടി വിട്ടുപോയി. സത്യം എൻ്റെ അവന് ഏറ്റിക്ക. നമ്മൾ എത്ര നേരം നോക്കിയിരിക്കൂടോ. ഒരു കോലുമിഠായി ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരുത്തം തിന്നുമ്പം നമ്മൾ എത്ര നേരം ഇങ്ങനെ മിണ്ടാണ്ട് നോക്കിയിരിക്കും. എനിക്കെന്നെ എന്തോ കുളിരി കയറി. കോലുമിഠായി ഉയരുന്നത് കേക്കിട്ടാ. അങ്ങനെ കോലുമിഠായി അത് കഴിഞ്ഞിട്ട് എൻ്റെ വിരല് ഫുള്ള് അവൻ്റെ വായിക്കകത്ത്. അച്ഛേ ഇതിങ്ങനെയല്ലേ പിടിച്ചത്, ഇങ്ങനെ പിടിച്ചത്. ഇങ്ങനെ ചിരിക്കുമ്പോൾ ഈ നമ്മളിങ്ങനെയാണ് കോലുമിഠായി വെച്ചത്. ഇതിങ്ങനെ ഇതാണ് കോലുമിഠായി. ഇത് വായിൽ ഫുള്ള് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ വരുമല്ലേ. അപ്പം ഈ കൈയുടെ ചുറ്റും നോക്കുമ്പം എനിക്കങ്ങ് എൻ്റെ എനിക്ക് കുളിര് കയറിയിട്ട് ഞാനിങ്ങനെ പിടിച്ചു തന്നു. അയ്യോ ഇങ്ങനെ പിടിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നൊരു കോലുമിഠായി, ഇത്ര വണ്ണമുള്ള കോലുമിഠായി അവൻ വായിൽ വെച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പം അവൻ്റെ നാക്കൊക്കെ എൻ്റെ ഇവിടെ ചുറ്റും വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെക്കൻ്റെ ഒരു കാര്യം. എനിക്ക് തന്നെ കുളിരി കയറിയിട്ട് വയ്യായിരുന്നു. അപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നല്ലൊരു സൂപ്പറായിരുന്നു കേട്ടോ സെക്സ്. അടിപൊളിയായിരുന്നു. കോലുമിഠായും കൊണ്ടായിരുന്നു. ഇന്ന് പോയോ അല്ലോ. അയ്യോ പറയുമ്പോൾ അവിടെ എന്താ വണ്ടിയുടെ ഹോൺ താഴേന്ന് ഇരിക്കുന്ന അതെപ്പോഴും ഉണ്ടാവും. ഒരു മിനിറ്റ്. എൻ്റെ സാധനം നോക്കട്ടെ. അയ്യോ എൻ്റെ സാധനം അങ്ങനെ നോക്കാൻ കിട്ടില്ല. എൻ്റെ സാധനം കാണണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പോകുള്ളൂ. അത് എൻ്റെ അടുത്ത് വരുന്നവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ കോലുമിഠായി ഞാൻ കൊടുത്തുട്ടാ. അത് കഴിഞ്ഞിട്ട് അവൻ എന്നിങ്ങനെ അകത്തിങ്ങനെ കയറ്റി പിടിച്ച്. അപ്പം എൻ്റെ ഇവിടെയൊക്കെ നല്ല തേൻമുട്ടയുടെ മധുരമല്ലേ തിന്നെ. എന്നിട്ട് എൻ്റെ മുടി ഇങ്ങനെ പിടിച്ചവൻ ഇങ്ങനെ മുടിയുടെ ഉള്ളിൽ കൂടെ കൈയിട്ട് കോലുമിഠായി വായിൽ എൻ്റെ കൈ ഇങ്ങനെ, അവൻ്റെ അടുത്ത കൈ എൻ്റെ മുടിയുടെ ഉള്ളിൽ. ഓഹോ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക. നൈറ്റ് തന്നെ. എന്നിട്ട് എൻ്റെ മുടി കൂടി ഇങ്ങനെ വിരലിട്ട് എന്നിട്ട് ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് എനിക്കാണെങ്കിൽ മുടിയുടെ ഉള്ളിൽ കൂടെ കൈയിട്ട് അപ്പം എനിക്ക് വികാരം വരും. ഈ കഥ നേരത്തെ കേട്ടണെങ്കിൽ കേട്ടാൽ മുട്ടായി വാങ്ങുമ്പോൾ നാട്ടിൽ പോവല്ലേ. വെള്ളം കളയുമോ? ആരുടെ വെള്ളം കളയുന്നു? കോൽമുട്ടായി അല്ലേ വിജി? വിജി അല്ലടാ. എന്നിട്ട് എൻ്റെ കുഞ്ചി കഴിച്ച് കൂടെ കൈയിട്ടപ്പം അത് AC-യുടെ തണുപ്പല്ലേ മയില്. അത് കോൽമുട്ടായി കയ്യില്. അമ്മേ സ്റ്റീഫ താങ്ക് യു. എന്നിട്ട് ഇങ്ങനെ കൈ ഉണ്ട് പൊന്നുക്ക. ഈ കൈയൊക്കെ അവൻ ഇട്ടിട്ട് എൻ്റെ മുടിക്കുത്തിൽ ഇവൻ പിടിച്ചു.